വാർത്ത വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അഴിമതി കേസുകൾ മുഴുവൻ ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞ് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ്, പഴയ പ്രതിപക്ഷ നേതാവ് എല്ലാവരും ചേർന്നുകൊണ്ട്. അജീഷ് ഇപ്പോ ഈ ഉമ്മൻചാണ്ടി കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞ് സമരം ചെയ്തതിന്റെ ഒക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ പിണറായി കാലത്തും കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ഉന്നമനം മുൻനിർത്തി താങ്കൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൂടി താങ്കളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു സമരം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് മനോരമ ന്യൂസ് നൽകിയ ഒരു വാർത്തയുണ്ട്. താങ്കൾക്ക് വാർത്ത നിഷേധിക്കാൻ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ വേണമെങ്കിൽ ഇങ്ങനെ ഇടപെടുന്നു, കോൺഗ്രസിൽ ആശയം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാം. അതൊക്കെ ചെയ്യാം, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാനൊരു വാർത്ത പറയാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഗുണനിലവാര മാനദണ്ഡ പരിശോധന നടന്നു. ആ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളാണ്. പറ്റുമെങ്കിൽ ഒന്ന് സമരം ചെയ്യണം. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രണ സംവിധാനമില്ല, ലൈസൻസ് ഇല്ല. റേഡിയോഗ്രഫി യൂണിറ്റിന്റെ ലൈസൻസ് 3 മാസം മുൻപ് കാലഹരണപ്പെട്ടതാണ്. ഇതുവരെ അത് പുതുക്കിയിട്ടില്ല. ഇത് NOC പരിശോധനയിൽ ഫയർ NOC ആശുപത്രിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതും കണ്ടെത്തി. മനോരമ ന്യൂസ് ഇന്ന് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. നമ്പർ 1 ആരോഗ്യ കേരളത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോട്ടയത്ത് ഒരു ആരോഗ്യ കേരളത്തിൽ തന്നെയാണ് ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വന്നത്. ഇതിപ്പോ ഇന്നത്തെ വാർത്തയാണ്. ഇത് വളരെ അവിചാരിതമായി താങ്കൾ സംസാരിക്കുന്ന വിഷയവുമായി ചേർന്നു പോയതാണ്. ഇന്നത്തെ വാർത്ത ഞാൻ ശ്രദ്ധയിലേക്ക് ഒന്ന് വെച്ചു എന്നേ ഉള്ളൂ. പറ്റുമെങ്കിൽ സമരം ചെയ്യണം. ആരോഗ്യ കേരളം മുന്നോട്ട് പോകട്ടെ, അത് ഏത് സർക്കാർ ഭരിച്ചാലും. ശ്രീ ജിൻഡോ ജോൺ മറുപടി. അല്ല റാഷിദ്, ഒരു കാര്യം റാഷിദ് വല്ലാതെ വൈകാര്യമാകേണ്ട കാര്യമില്ല. ഒരു കാര്യം റാഷിദ് മനസ്സിലാക്കേണ്ടത്, കോട്ടയത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചു. അത് പഴയ കെട്ടിടമായിരുന്നു, പൊളിക്കാൻ വെച്ച കെട്ടിടമായിരുന്നു എന്നെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എങ്ങനെയായിരുന്നു UDF കാലത്ത് എന്ന് റാഷിദ് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. പിന്നെ മനോരമയുടെ വാർത്തയൊക്കെ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ കഴിയുന്ന വാർത്തകളാണ്. ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും 10 വർഷം പിറകോട്ട ഉമ്മൻചാണ്ടി കാലത്തെ കുറിച്ചുള്ള വാട്ടവോട്ടറിയാണ് താങ്കൾക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ആരോഗ്യരംഗമായി കേരളത്തിലെ രംഗത്തെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. വാർത്തയാണ്, വസ്തുതയാണ് പറഞ്ഞത്. താങ്കൾക്ക് അതിന് ഇനിയും 10 വർഷം പിറകോട്ട് പോയാണ് താരതമ്യം ചെയ്യാനുള്ളത്. ഓക്കെ, താങ്കൾ മുന്നോട്ട് വെക്കുന്നു. പകരമായി വാർത്ത വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കാര്യം ശരി, ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു ഒരു വാദത്തിന്. ശ്രീ ജിൻഡോ ജോൺ മറുപടി പറഞ്ഞു. റാഷിദ്, ഇതാണ് പ്രശ്നം. അദ്ദേഹം എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് അത് പറഞ്ഞു തീരില്ല. അദ്ദേഹം എനിക്ക് പറയാനുള്ള അവസരം പരമാവധി അദ്ദേഹം അതിൽ ഇടപെട്ട് അത് സമയം കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കും റാഷിദ് എനിക്ക് അത്രയും തന്നില്ലെങ്കിലും കുറച്ച് സമയം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. കാരണം കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. KSRTC ബസ്സുകളുടെ നടത്തിപ്പ് കണ്ടിട്ട് കാറ് വിറ്റു എന്ന് ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരാൾ കേരളത്തിലുണ്ടോ? വെറുതെ തള്ളുന്നതല്ലേ. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയെ കണ്ടിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാതിരിക്കുന്ന വിദേശികളെ കുറിച്ചിട്ട് ആരോഗ്യമന്ത്രിയായിരുന്ന ആളൊക്കെ പ്രസംഗിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇപ്പോഴും ആക്ഷേപിക്കാൻ സതീഷിനെ പോലുള്ള ആളുകൾ